ആരിത്? ഹലോ വണ്ടി ഇറങ്ങിയിട്ടുണ്ടേ. എവിടെയാടാ? ഹലോ, അവിടെ മാറിക്കോടാ, അവിടെ മാറിക്കോട്ടെ. എന്താ പറയണ്ട? എന്താ ബ്രോ നിങ്ങളെന്താ സിറ്റുവേഷൻ എടുത്തത്? നിന്റെ സിറ്റിസൺ മിങ്കു ഡബ്ല്യൂന്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് വന്നിട്ട് സിറ്റുവേഷൻ അല്ല. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു റീസണും ഇല്ലാതെ വാർണിംഗ് ഫയർ പോലും തരാതെ വെറുതെ വെടിവെച്ചെടുത്ത സിറ്റുവേഷൻ ആണ്. നമ്മള് വേറെ പരിപാടിയായിട്ട് പിന്നെ എന്തിനാണ് ബ്രോ ചെയ്യേണ്ടത്? നിങ്ങള് പിന്നെ ഇവിടെ പ്രീവാർ ഉണ്ടോ മറ്റേ എങ്ങനെ ഉണ്ടോന്നൊന്ന് അത് ഇത്രയും നാള് ഇവിടെ സിറ്റുവേഷൻ എടുത്തപ്പോ പ്രീവാർ ഉണ്ടാന്ന് നോക്കിയിട്ടാണ് കളിച്ചത്. നിങ്ങൾ 25 പേരും വെച്ച് എന്നല്ലേ കളിച്ചോണ്ടിരുന്നതിൽ കൺസ്യൂമെന്റ് പോകുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു അവരില്ല വേറെ ആൾക്കാരെ പോണേ. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പേർക്ക് പോകാൻ പറ്റും? 5 പേര്. ഓക്കെ, ഞാൻ അവിടെ മര്യാദ സംസാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു എത്ര പേർക്ക് ആരാ അവന്റെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ പറ, ഈ റേഡിയോ തിരിച്ചു ഞാൻ ആരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരുത്തരോട് സംസാരിച്ചായിരുന്നു. ആ ഒരു വണ്ടിയില് 3 പേരുണ്ടായിരുന്നിടത്ത് ഞാൻ ബ്രോ വന്നിട്ട് ചോദിച്ചു എപ്പോഴാണ് 5 പേരാണ് അതൊക്കെ സംസാരിച്ചോണ്ടല്ലേ ഇരുന്ന അല്ലേ? അതെ അതെ അതെ. അതന്നെ. അതിനുശേഷം നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു വാർണിംഗ് ഫയർ പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ പിഒ ഞാൻ പറയട്ടെ. നീ കേട്ട അവിടെ ഉണ്ടായിരുന്നല്ല പറയും. ഞാൻ മര്യാദ തന്നെയല്ലേ സംസാരിച്ച് ആണോ? എടാ നീ സംസാരിച്ച മര്യാദ ഞാൻ നീ കുറച്ച് ഞാൻ പറഞ്ഞില്ല. ചോദിക്കണേ എടാ പറയണ കേക്ക് നീ. അപ്പൊ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയില് വന്നിട്ട് നിങ്ങൾ ആരോ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ 15 പേരുണ്ടോ നമുക്കൊന്ന് പൊസക്കി വിടാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നു. പറഞ്ഞു നിങ്ങൾ ആളുണ്ടോ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ തമാശ സംസാരിച്ചിട്ടുണ്ടല്ലേ? സീരിയസ് ആയിട്ട് സംസാരിച്ചാണ്. സിറ്റുവേഷൻ ഉണ്ടോ? എന്തേലും ഉണ്ടോ ബ്രോ? എന്തേലും സിറ്റുവേഷനോ കാര്യങ്ങളുണ്ടോ? നിങ്ങൾ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഇല്ല ഞാൻ പറഞ്ഞിട്ടോ ബ്രോ, ഞാൻ പറയട്ടെ ബ്രോ, ഒന്ന് പറയട്ടെ. ഇല്ല ക്ലിയർ ആക്കി തരാം. നമ്മള് ഓൾറെഡി പീഡി ആയിട്ട് സിറ്റുവേഷൻ ഉണ്ട്, കൺസൈൻമെന്റ് ഉണ്ട്, എന്താ പരിപാടി നടക്കല്ലേ? അതിന് പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തായാലും ഗ്യാങ്ങിലുള്ള ഒരു സിറ്റുവേഷൻ എടുക്കും. അതിന്റെ ഇടയിൽ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് വേറുള്ള ഒരു എന്തായാലും സിറ്റുവേഷൻ എടുക്കൂലല്ലോ ബ്രോ. അപ്പൊ നീയും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് നീയും പറഞ്ഞു. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിലാണ് അടിച്ചത്. അല്ലാതെ ഇപ്പൊ അടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു പോയിട്ട് വന്നിട്ട് നീ അവിടെ സമ്മതിച്ചു. നീ നമ്മള് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ പൊസക്ക് പറഞ്ഞ ഇപ്പൊ തന്നെ ആയാലും വണ്ടികളാത്തിന് സംസാരിക്കുന്നവരെ അടിച്ചിടുന്നതാണ് ബ്രോ, അതാണ് മര്യാദ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങളെല്ലാരും സംസാരിച്ചോണ്ടിരിക്കുള്ള ഒരു മര്യാദ ബ്രോ നിങ്ങള് സംസാരിച്ചോണ്ട് എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചിട്ടില്ല, കാര്യമല്ലേ സംസാരിച്ചോളൂ. ബാക്കിയുള്ളവർ ബാക്കി പോ. ഞാനിപ്പോ അവിടെ ഞാൻ ചുമ്മാ കണ്ണെടുത്തിട്ട് ഞാൻ കണ്ണ് വെച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ അവരുടെ പേടിക്കുന്ന കണ്ട ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും ഫയർ ചെയ്തു. ഇതാണ് സംഭവം. എന്തിനാണ് ബ്രോ ഫയർ ചെയ്തെന്നാണ് ചോദിച്ചത്? അത് എനിക്ക് വലിയ പിടിയില്ല. അത് കാണിക്കുന്നത് മുമ്പിത്തരല്ലേ ബ്രോ? നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് വേടിക്കേണ്ട ആവശ്യം പറഞ്ഞോളൂ. അതേ നമ്മളും പറഞ്ഞോളൂ ബ്രോ, അതേ നമ്മളും പറഞ്ഞോളൂ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. പിന്നെ അടി തുടങ്ങിയായിട്ട് എനിക്ക് പിന്നെ പറയാൻ പറ്റുമോ? വേറെ അപ്പൊ കാണിച്ചത് തെറ്റാന്ന് മനസ്സിലായല്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ അടുത്ത് സംസാരിക്കാൻ പോലും പോയില്ല. വണ്ടിയിൽ പെട്രോൾ ഇടുന്നപ്പോ ഞാൻ ഇറങ്ങി പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നു. കുറെ നമ്മുടെ അടുത്ത് വന്നിട്ട് ബ്രോ ഇത് ഉണ്ടോ ബ്രോ, ഇന്ന് സിറ്റുവേഷനിൽ നിങ്ങൾ കളിക്കുന്നുണ്ടോ ബ്രോ എന്ന് വെച്ച് ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെ ഫ്രണ്ട്ലി ടോക്ക് പോലെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവൻ എല്ലാരും ഈ എന്തിനാ അവിടെ പോയി ഇരിക്കുന്ന? പോ പോയില്ല അവിടെ നില്ല വിളിക്കാം. അണ്ണ ഇത് 100 മീറ്റർ കഴിഞ്ഞിട്ടില്ല നിക്കണ.
ഇല്ല ഈ വഴി അമ്മാരെ വഴി എന്നൊക്കെ പറയുന്ന ആളാ. പക്ഷെ അതൊന്നും ഈ റോഡിന്റെ അല്ലല്ല എടാ നമ്മള് ലാസ്റ്റ് മറ്റേ മതിലിന്റെ അപ്പുറത്ത് നിന്നപ്പോഴത്തേക്ക് അന്ന് അടിച്ചിട്ട് ഇതിലല്ലേ പറഞ്ഞ അപ്പൊ സീനില്ല. പക്ഷെ ഇവൻ അടിക്കണ്ട അടിച്ച് ഹോസ്റ്റേജ് അടിക്കണ്ട നമുക്ക് അത്ര തീട്ടാവണ്ട അവന്മാരെ പോലെ. ഇല്ല ഇവനടിച്ച് നമുക്ക് ഹോസ്റ്റേജ് അടിക്കണ്ട സംസാരിക്കല്ലേ അവിടെ അണ്ണ മാത്രം സംസാരിക്കും. അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ അപ്പൊ അതല്ല മിസ്റ്റേക്ക് സമ്മതിക്കുന്നു. ബട്ട് ഇപ്പൊ ഇത്ര അടിയായി. അപ്പൊ ഇനി നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നെങ്കിൽ ഇപ്പൊ ഓൾറെഡി സിറ്റുവേഷന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ വന്നത് അത് ബ്രോയ്ക്കും അറിയാം. ആ സിറ്റുവേഷന്റെ ഇടയിൽ അവിടെ ഡൗൺ ആയി കഴിഞ്ഞിട്ട് പിന്നെ ആരും ബ്രോ അതുകൊണ്ട് അതിനെന്താ പ്രശ്നം എന്താ? അതെന്താ സിറ്റുവേഷൻ അവിടെ കുറച്ച് ഡൗൺ ആയതെന്താ? നിങ്ങൾ ഇവിടെ ബ്രോ നിങ്ങളെ ബ്രോ പറഞ്ഞ ഞാൻ കേട്ട് മീറ്റിംഗ് വിളിച്ച് ഇനി വാറ കളിക്കാനല്ലേ ബ്രോ ഉപദേശിക്കാൻ വരുന്നത്? ഇല്ല അങ്ങനല്ല മീറ്റിംഗ് വിളിച്ച് കളിക്കുന്നില്ല. നമ്മൾ മീറ്റിംഗ് വിളിക്കുന്നില്ല. നമ്മൾ അല്ല അടിക്കാനാണ് നമ്മളെ ഉദ്ദേശം. ഇവിടെ പ്രീവാർ ഇല്ല എന്നുള്ളത് ബ്രോ അടുത്ത് ആര് പറഞ്ഞു? ഇവിടെ എല്ലാ ഗ്യാങ്ങും ഇത്ര നാൾ പ്രീവാർ അല്ലേ കളിച്ചോണ്ടിരുന്നത്? ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിയുമ്പോ നമ്മളെല്ലാരും ഉണ്ടായിരുന്ന നമ്മളെ ഗ്യാങ്ങിൽ എല്ലാരും ഇല്ലായിരുന്നല്ലോ ഈ സിറ്റുവേഷനിൽ. നമ്മളെല്ലാരും ഇന്നപ്പോഴല്ലേ സിറ്റുവേഷൻ തുടങ്ങിയത്? നമ്മൾ പറഞ്ഞില്ല നിങ്ങൾ എടുക്കരുതായിരുന്നു ഈ സിറ്റുവേഷൻ. ബ്രോ അങ്ങനെ ഇല്ലെങ്കിൽ ബ്രോ നിങ്ങൾ കളിക്കുന്ന സിറ്റുവേഷനിൽ അങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇതിന് മുമ്പ് കളിച്ച സിറ്റുവേഷനിൽ അങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? ബ്രോ കേൾക്കുന്നത് കേൾക്കാത്തതും ബ്രോയുടെ ഇഷ്ടം. ഞാൻ പറയാനുള്ള പറഞ്ഞു നമ്മൾ ഇതാണ് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു ബ്രോ ഇവിടെ നിന്ന് കയറിപ്പോയാൽ ബ്രോയുടെ കൊല്ലാതെ വിടാം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും പറയല്ല. നമ്മൾ ആ തെണ്ടിത്തരം കാണിക്കുന്നില്ല. സിറ്റുവേഷൻ പറഞ്ഞു ഇപ്പൊ സംസാരിക്കുന്ന ബ്രോ ആയതുകൊണ്ട് സംസാരിച്ചു. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു കാര്യം കൂടി പറയാം. എടാ റേഡിയോ സൈലന്റ് ആയാണ് ഒന്ന് റേഡിയോ സൈലന്റ് ആണ്. ഇനി ഒരു കാര്യം കൂടി പറയാം ബ്രോ. നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഇങ്ങനെ ആക്കിയത്. തിരിച്ച് നമ്മൾ ഇനി മര്യാദ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് പറയുന്നത്. മനസ്സിലായോ? മര്യാദയ്ക്ക് എടുത്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ അടിച്ചില്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾ കിടന്ന് ബോഡിയുടെ അവിടെ കിടന്ന് കുറെ കൊണ അടിച്ചില്ല. അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? കോലീഡറിനെ പറഞ്ഞു. എന്തൊക്കെ ഡയലോഗ് ആര് പറഞ്ഞു കോലീഡറിനെ? അത് കുറച്ചു നേരം മുന്നേ ബുള്ളോപ്പിനെ പറയുന്നുണ്ടായിരുന്നു. എവിടെ ആര് പറഞ്ഞു? നിങ്ങളുടെ അങ്ങനെയുള്ളവരെ പറയുന്നുണ്ടായിരുന്നു. എന്നെങ്കിൽ അപ്പൊ ചോദിക്കണം. അല്ലാതെ നല്ലോണം സംസാരിച്ചോണ്ടിരുന്നിട്ടല്ല ഒന്ന് പറയുന്നത്. എടാ ഇത് കേട്ടാ പറയുന്നത്. എടാ അവിടെ വെയിറ്റ് നിങ്ങളവിടെ നില്ല്. ഇപ്പൊ വരാം വെയിറ്റ്. അപ്പൊ ഇല്ലാന്ന് ചോദിച്ചേട്ടി അപ്പൊ നമ്മളെന്താ പുറത്തുനിന്ന് മറ്റേ പ്രീ സെറ്റ് ചെയ്താണ് ഈ പ്രീവാർ എന്ന് പറഞ്ഞു വരുന്നത്? പ്രീ ഒരാളുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ പ്രീവാർ അടിക്കാൻ വരുവാന്ന് പറഞ്ഞാണ് പ്രീവാർ പറഞ്ഞ് സെറ്റ് ചെയ്താണ് നമ്മൾ പ്രീവാർ അടിക്കുന്നത്. നമ്മള് പ്രീവാർ റിക്വസ്റ്റ് ചെയ്ത അവന്മാര് പ്രീവാർ വരണം എന്നാണ്. ഇല്ല നമ്മളെ ഗ്യാങ്ങോട്ട് ബ്രീച്ച് ചെയ്ത് നമ്മൾ അടിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? എല്ലാവർക്കും പല റൂളാണ്. ഇപ്പൊ എന്ത് സീൻ എന്താ? ഇപ്പൊ എന്താ സീൻ എന്താ? ഞാൻ വരാം ബ്രോ. ഞാൻ വരാം. ഞാൻ തുടക്കം മുതലൊന്ന് പറഞ്ഞുതരാം. നിങ്ങളെ മനസ്സിലായി. ഓക്കെ. നോർമലി ഇവിടെ ഇൻസ്റ്റലിന്റെ ഒരു സെറ്റപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പുതിയ റോളില് വരുമായിരിക്കും. ഇപ്പൊ നമുക്കിപ്പോ അവരെ അടിക്കാമല്ലോ. അതിലെന്താണ് സീൻ? നമ്മളടിക്കുന്നതിന് മനസ്സിലായില്ലേ? നമ്മുടെ ഇനിഷ്യൽ എന്നല്ല പറഞ്ഞു. നമ്മളെ കുറച്ചുകൂടെ ഡൗൺ ആയി. അപ്പൊ സിറ്റുവേഷൻ അവിടെയാണ് സ്റ്റാർട്ടായത്. നമ്മളെല്ലാരും ഇല്ലായിരുന്നു. നമ്മളെല്ലാരും വന്ന് സിറ്റുവേഷൻ എടുക്കുന്നു. അത്രേ ഉള്ളൂ. അതിലെന്താണ് കുഴപ്പം? നോർമലി അത് ഒരു പ്രീവാറായിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ആൾക്കാര് ഹോൾഡ് ഓൺ ആയതുകൊണ്ട് നിങ്ങൾ ഒരു മീറ്റിംഗ് നമ്മള് പ്രീവാറായിട്ട് കൺസിഡർ ചെയ്യേണ്ട. എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? 25 പേരല്ലേ പ്രീവാർ കളിക്കുന്നു ബ്രോ. 25 പേരിൽ 20 പേര് ഡൗൺ ഒന്നും ആയില്ലല്ലോ. നമ്മള് അത്രയും ആൾക്കാർ ഡൗൺ ആയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ പ്രീവാറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം? ഇപ്പൊ വണ്ടിയുടെ അകത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന 3-4 പേരെ അടിച്ചിട്ടിട്ട് അത് പ്രീവാറായിട്ട് കൺസിഡർ ചെയ്യണം. ശരിയെന്ന് പറയാവോ? അവിടെ ഫിഗോ തന്നെ വരുന്ന വണ്ടി വിട്ടു അടിക്കുന്നത് ഞാൻ കണ്ടു. കണ്ണു കണ്ടു. അപ്പൊ പറയാം നിങ്ങളുടെ ബോഡി തന്നെ നിനക്ക് തോന്നിയതായിരിക്കും. കൊണ്ട് താളം അടിക്കുന്നത് ആര്? അവനെ താളം അടിക്കുവോ?
പപ്പു വണ്ടി കൂറടിച്ച് ചേർന്നിട്ടുള്ള ഒരു ഗ്യാങ് ആണ്. എന്റെ ഒരു മര്യാദക്ക് ഞാൻ വന്ന് സംസാരിക്കും. അപ്പൊ നിന്റെ ഒരു നമ്മളെ ഒരു മര്യാദക്ക് പറയണ നിന്റെ എടാടാ മിണ്ടാറാ എടാ നിന്റെ മര്യാദക്ക് നീ ഒന്ന് സംസാരിച്ച് അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ ഇവിടെ കൊല്ലായിരുന്നു എന്നിട്ട് കൊല്ലാടുന്നത് നിന്റെ മര്യാദക്ക് നമ്മളെ മര്യാദയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, നീയൊക്കെ വന്ന് ഊമ്പിയ സിറ്റുവേഷനാണ് എടുക്കുന്നത്, അത്രേ പറയുന്നുള്ളൂ. മനസ്സിലായി? ഊമ്പിയ സിറ്റുവേഷൻ എടുക്കല്ലേ, മര്യാദയ്ക്ക് ഒന്ന് സിറ്റുവേഷൻ എടുക്കും, എന്നിട്ട് നിങ്ങളെ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ വന്ന് അടിച്ചിട്ട് തിരിച്ചിറങ്ങി പോയിട്ട് ഇങ്ങനെ ഊമ്പിത്തരമല്ല കാണിക്കേണ്ട, അതേ പറയുള്ളൂ. മനസ്സിലായോ? ബ്രോ അത് തന്നെ ഞാൻ പറഞ്ഞേ. ഓക്കെ ഇല്ല, നമുക്ക് വാറ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയുള്ളവര് പോടാ എടാ പോടാന്ന് പറഞ്ഞില്ലേ, പോവാൻ പറഞ്ഞാ പോടാ ഹലോ മര്യാദ നിങ്ങളെ മര്യാദ ഒന്നും കാണിച്ചില്ല. ഉള്ള കാര്യം പറയാം, നമ്മള് മര്യാദ കാണിക്കുന്നു, ഒരു മര്യാദയും കാണിച്ചില്ല. ബ്രോ എന്ത് വേണേലും ചെയ്യാനാണ് പറഞ്ഞത്, അത് തന്നെയാണ് ചെയ്യാൻ നിൽക്കുന്നത്. ഗ്യാങ് ഹൗസ് ബ്രീച്ച് ആയിട്ടപ്പോഴത്തേക്ക് ഇറങ്ങി സിറ്റിന്ന് പോകണാണോ മര്യാദ? പിന്നെ എന്ത് എവിടെ ആൾക്കാരെവിടെ? പകുതി പേര് കൺസൈൻമെന്റിലുണ്ട്. അതിപ്പോ ഒരു 10 മിനിറ്റ് വെയിറ്റ് എല്ലാരും വരും. ഇപ്പൊ നിങ്ങൾക്ക് പ്രീവാർ 1 അടിക്കണം എന്നാണെങ്കിൽ ബ്രോ ഞാൻ ഒരു കാര്യം 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ നമ്മളടുത്ത് വെയിറ്റ് ചെയ്യാൻ കാണിച്ചിട്ട് മര്യാദയ്ക്ക് ചോദിച്ചിട്ടാണ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാരും റെഡി ആയിട്ട് എണ്ണി പറഞ്ഞാണോ ആ ഓക്കെ അപ്പൊ പിന്നെ നമ്മള് ബ്രോ ഇനി നമ്മളില്ലേ പറച്ചിലൊന്നും ഇല്ല കേട്ടോ. നമ്മളെ അടിക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇനി മറ്റേ നിങ്ങൾ സെറ്റായി 15 വരെ 20 വരെ എത്ര വരുന്നെന്ന് നോക്കിയിരിക്കാന്നില്ല. ആരെ കണ്ടാലും അടിക്കും. ബ്രോ ഇവിടെ നിന്ന് കയറി പൊക്കോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചെന്ന് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ബ്രോ പൊക്കോ, ഇവിടെ ലീവ് ചെയ്തു. മാനിത എന്ന് പറയുന്ന സാധനം ഇവന്മാർക്കില്ലാണ്. മാനിത കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല വേണ്ട ഇല്ല കണ്ണില്ലാതെ നിൽക്കുന്നവരെ മറ്റേ വണ്ടി ഇരിക്കുന്നവരെ അടിച്ച് മാസം അടിക്കാൻ വയ്യ. ഇല്ല വേണ്ട ഹോസ്റ്റേജ് ഒന്നും വേണ്ട. ഇവനെ ഹോസ്റ്റേജ് ആക്കേണ്ട ആവശ്യമില്ല. ഇല്ല വേണ്ട ഇവനെ ഹോസ്റ്റേജ് ആക്കി നമുക്ക് മാസം കാണിക്കണ്ട. പോട്ട് ഇല്ലടാ ഇവന്മാരെ എവിടെ കണ്ടാലും അടിയടാ. ഇവന്മാരെ എവിടെ കണ്ടാലും അടി. വണ്ടി കൊല്ലല്ലേ തിരിച്ചാ ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ തിരിച്ചു വണ്ടി കയറ് വണ്ടിയുടെ എല്ലാരും വണ്ടി കയറി എല്ലാരും വണ്ടി കയറി. നമ്മള് 6 വണ്ടി എടുക്കാറുള്ള 6 വണ്ടിയിലായിട്ട് കയറേ. 6 വണ്ടിയിലായിട്ട് കയറി. അതാണ് ബ്രോ ഞാൻ പറഞ്ഞ അതാണ് ബ്രോ അവന്റെ നമ്മളെ അവനെ പോലെ കണ്ടിയാവാൻ നമുക്ക് മനസ്സിലായി. അവന് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? കൺസൈൻമെന്റ് ഒക്കെ സെക്യൂർ ആയിട്ടാ. ഇവന്മാർ എവിടെ പോയി വിളിച്ചിരിക്കണം എല്ലാം കൂടി. മനസ്സിലായില്ലേ? എവിടെയും പോയാൽ കാണാം. തപ്പടാ തപ്പ് ഇവന്മാരെ തപ്പ്. അല്ലല്ല അഡ്മിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇറങ്ങി പോവാം. ഇനി ഇറങ്ങി പോവാൻ പറ്റത്തില്ല. വണ്ടി ഒന്ന് എടുത്തു. വണ്ടി നിർത്തി. പപ്പടം വണ്ടി നിർത്തി. വണ്ടി വിട്ടോ. എന്റെ വണ്ടി കയറി. എന്റെ വണ്ടിയിൽ 2 സ്ഥലമുണ്ട്. ആരെങ്കിലും നമ്മളെ 3 പേരുള്ളടാ. ഒരാൾക്ക് ഒരു സ്പേസ് ഉണ്ട് വണ്ടിയിൽ. ഈ വണ്ടി ഒരു സ്പേസ് ഉണ്ട്. പോയി കേറ്. എല്ലാരും ഈ പിങ് വന്നേ. വണ്ടി എത്ര ഉണ്ട് നോക്കാനാ? എടാ ഇതിൽ സ്പേസ് ഉണ്ട്. റെഡി ഉണ്ടല്ലോ. കേറിയില്ല എല്ലാരും ഉണ്ട്. എടാ എല്ലാരും വണ്ടി കയറിയല്ലേ? എടാ എല്ലാരും വണ്ടി കയറി. 6 വണ്ടിയിലേ ഉള്ളൂ. ഇല്ല നമ്മൾ 6 വണ്ടിയിലേ ഉള്ളൂ. വേറെ സ്ഥലത്ത് വണ്ടി ഉണ്ടാവുന്ന തോന്നുന്നു. എല്ലാരും മുതുക്കിലുണ്ട്.
അകത്ത് പോയി സംസാരിക്കല്ലേ, അകത്ത് പോയി സംസാരിക്കാൻ നിക്കല്ലേ, എടാ അകത്ത് പോയി സംസാരിക്കാൻ നിക്കല്ലേ. അവര് മറ്റേ കസേരയൊക്കെ ഇട്ട് ഷോ ആയി മറ്റേ എല്ലാരും വേടാ മുതുക്കുവാടാ ഇവന്മാരെ വെളിയിറങ്ങാൻ പറയാം. സിറ്റുവേഷൻ എടുത്തിട്ട് ഇവന്മാര് ഇറങ്ങൂലടാ, ഇവന്മാര് ഇറങ്ങൂല, ഇവന്മാര് അകത്തിരുന്ന് മറ്റേ താളം വിട്ടിരിക്കത്തേ ഉള്ളൂ. അഡ്മിനെ വിളി ഇറങ്ങാൻ എവിടെ മുതുക്കിലാരും ഇല്ലല്ലേ, അതോ അകത്ത് പോയിരിക്കും. എടാ ഇവന്മാരെ ഇറങ്ങത്തില്ലടാ, ഇവന്മാരെ ഇറങ്ങത്തൊന്നുമില്ല, ഇവന്മാര് താളം വിട്ട് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. എടാ സിറ്റുവേഷൻ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയ ബാനല്ലേ. വണ്ടി പറഞ്ഞു ഇതാരാ വണ്ടി, വണ്ടിയിൽ ഒരാളല്ലേ ഉള്ളൂ. ഒരു വണ്ടി കൊറേ വണ്ടി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ആരൊക്കെ എടുത്താണെന്ന് തോന്നുന്നു. എടാ സിറ്റുവേഷൻ അവര് വെളി ഇറങ്ങാൻ പറ, അഡ്മിനെ വിളിച്ചിട്ട് കാര്യം പറ, അത്രയും പറഞ്ഞത്. വേറെ ഫോൺ അടിച്ചോണ്ടിരിക്കണ്ടേ, ബാക്കി നമ്മൾ വെളി ഇറങ്ങാൻ ആണ് വേറെ സംസാരം. എവിടെ ഞാൻ സർക്കാരിന്റെ വണ്ടി ഞാൻ പറഞ്ഞ എടാ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറ, അമ്മാരത് സംസാരിച്ചിട്ട് ഇറങ്ങാൻ പറ. ഇറങ്ങിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അഡ്മിന് സൂപ്പർ. അല്ലാതെ അറിയാതെ തന്നെയാണോ അവരെന്നറിയാം. അവര് മറ്റേ ഇട്ടത് മാറിപ്പോയതാ അവര് മറ്റേ ഇതില്ലേ ക്ഷമിച്ചിരിക്കുന്നു പറയാറ്. ഇപ്പൊ മിണ്ടാറിയാം കേട്ടാ, ഇത്ര നേരം മിണ്ടായിരുന്നവനാണ് ഇപ്പൊ മിണ്ടുന്നവൻ. അതാ ഇതല്ലേ മിങ്കു, അവനാ അവനാണോ മിങ്കു? അവനാണോ തയ്യാസ് ബിൻ ഹൽതം അൽ മിങ്കു കൂടെ പിടിയോ? അവനായിരുന്നു അത്. സൂപ്പർ. വണ്ടി തിരിച്ച് തൂക്കണേ. വണ്ടിയുടെ കൗണ്ട് എന്ന് പറഞ്ഞേ 7 വണ്ടി. 6 വണ്ടി. ഇവന്മാരെ ഇറങ്ങത്തില്ലടാ, ഇത് ഇറങ്ങത്തില്ല. ഇവര് ഇറങ്ങിയില്ല, ഇതിനുള്ള മേടിച്ചെന്ന് ഇന്നലത്തെ ഫ്രീവാറിന് വണ്ടി എടുത്തവരെടുക്കോ? ഇന്നലത്തെ പുറത്തിറങ്ങും. എന്റെ ഒരു വണ്ടി ഉണ്ട്, ഞാൻ ഇല്ല ഒന്നും ചെയ്തില്ല, അതോടെ വെറുതെ ഇരിക്കുന്നു. എവിടെ ഇറങ്ങുന്നു? എന്റെ ഒരു വണ്ടി ഉണ്ട്, ഞാൻ മാറണോ? ആ വണ്ടി എന്നാ 4 പേരുണ്ട്. 4 പേരെ എന്റെ വണ്ടിയിൽ 4 പേരുണ്ട്. ആ 4 പേരെ 4 പേരുള്ള വണ്ടി മാറണ്ട, ഒറ്റയ്ക്കുള്ള വണ്ടി റെഡി 21 വരെ ഉള്ളു. ബാക്കിയെല്ലാം വണ്ടിയിൽ 4 പേരുണ്ടോ? അതൊക്കെ ശേഷമാടാ. ഇവന്മാരെ അവിടെ കസേരയിട്ട് ഇരിക്കുന്നേ ഉള്ളു, ഇറങ്ങിയൊന്നുമില്ല. ഒരുത്തം മാത്രം വെറുതെ ചുമ്മാ ഇറങ്ങിയാണ്. അതാ മറ്റവനാണ്, ഇത് അവിടെ നിന്നവനാണ്, മനസ്സിലായോ? ഇത് ഗ്യാങ് ഹൗസിൽ നിന്നോ ഇങ്ങോട്ട് വന്നതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, വണ്ടിയുടെ കൗണ്ട് ഒന്നുകൂടി പറയാം. ആരൊക്കെ ഡ്രൈവർമാരെന്ന് പറയുക? ഒരു വണ്ടി കുറവുണ്ട്. ഞാൻ പറയട്ടെ, റേഡിയോയിൽ ഞെക്കി പിടിയടാ വണ്ടി പിടിക്കുന്ന ഡ്രൈവർ. കേറാണ് ബോഡിയിൽ ഡ്രൈവർമാര് പേടിച്ചു കൂടിയുള്ളു. 10 ഉള്ളു മാര് കയറത്തൊന്നുമില്ല. മരുതോ അവിടെ കസേര ഇട്ടാ ഇവർക്ക്. ഇടാ ഇതെന്താണ് സിറ്റുവേഷൻ എടുത്തിട്ട് ഇങ്ങനെ, എടാ സിറ്റുവേഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനുള്ള ഇതെന്താണ്? സസ്പെൻഷൻ കൊടുക്കാൻ പറ. എന്തോ ഇത്ര ഗ്യാങ്ങിന് എന്തോ അഡ്മിൻ പറഞ്ഞിട്ട് കേൾക്കാൻ വയ്യ, പിന്നെ എന്തിനാ കളിക്കുന്നവന്മാര്? അല്ല പിന്നെ സിറ്റുവേഷൻ എടുക്കാൻ പറയല്ലേ, 10 പേരെയും വെച്ച് സിറ്റുവേഷൻ എടുക്കാൻ പറയല്ലേ, 15 പേരെയും വെച്ച് സിറ്റുവേഷൻ എടുക്കാൻ പറയല്ലേ. 15 പേരെ വെച്ച് സിറ്റുവേഷൻ എടുത്ത് 5 പേര് ഇറങ്ങി പോകും, പിന്നെ ബാക്കിയുള്ളവരോട് ഇരുന്ന് മെഴുകുന്ന എന്തിന് ഇറങ്ങി പൊക്കും. അവിടെ പോയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങ്, അല്ലെങ്കിൽ സിറ്റിന്ന് ഇറങ്ങി പൊക്കോ. ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ. ഇറങ്ങിപ്പോ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യ്. അങ്ങനെ നിങ്ങളെ ഗ്യാങ്ങിനെ ഞങ്ങളൊക്കെ വിലയിരുത്തിക്കോളാം പറഞ്ഞിട്ടൊക്കെ വന്നാലോ. അത് കേൾക്കാൻ കാത്തുക്കോ. അത് അവന്മാരെ എല്ലാരും ഇറങ്ങൂടാ, അഡ്മിൻ അടുത്ത് ഒന്നുകൂടി പറ. അഡ്മിൻ ഒന്നുകൂടി ഹെൽപ്പ്. നെൽ ക്ലാസിക്കോ ആണ്. അമ്മമാര് വരൂ തോന്നില്ല, ആരും വരൂല, പ്രശ്നമുണ്ട്. എന്തോടാ കേട്ടില്ല, എന്തോ നീ എന്തോ പറഞ്ഞു? പുറത്ത് എൽ ക്ലാസിക്കോ ആണ്, അതുകൊണ്ട് കേറത്തില്ല. എൽ ക്ലാസിക്കോ ആണെങ്കിൽ അത് കണ്ടോണ്ടിരുന്നൂടെ? ഇവിടെ വന്നിട്ട് മറ്റേ ഊമ്പിത്തരം കാണിച്ചിട്ടാണ് പോകാനുള്ള. ഇപ്പൊ എന്തിരി ആവശ്യമുണ്ട് സിറ്റുവേഷൻ എടുക്കേണ്ട ഇമാർക്ക്?
എന്നാ പിന്നെ എൽ ക്ലാസ്സിൽ മൂഞ്ചി വല്ല കപ്പലണ്ടി തിന്നിരുന്ന് അത് കണ്ടുകൊണ്ടിരുന്നൂടെ? ബാക്കിയുള്ളവര് വേറെ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി വന്ന് അവരെ കൂടി വിറപ്പിക്കുന്നതിനാണ്. അല്ല കുഴപ്പമില്ല, ഇനിയിപ്പോ കുറച്ച് എൽ ക്ലാസിക്കോയും കുറച്ച് ബാക്കി കുറച്ച് ക്ലാസിക്കോ കൂടെ ഒക്കെ കണ്ടിരുന്നോട്ട് കുറച്ച് ദിവസം. അല്ല കുറച്ചധികം എൽ ക്ലാസിക്കോ ഒക്കെ കണ്ടിരിക്കട്ടെ. ഇനിയിപ്പോ ഒരു കുറച്ച് സസ്പെൻഷൻ കൂടി കിട്ടും, അതുകൂടി പേടിച്ചേ എല്ലാ ക്ലാസിക്കോയും കണ്ട് പയ്യെ ഹലോ അഡ്മിൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളാരും അധികം ഹെൽപ്പ് ഇടല്ല, അവര് സംസാരിച്ചോണ്ടിരിക്കുക, അത് സംസാരിച്ചിട്ട് പറയാം, അതിൽ ഒരാള് ഹെൽപ്പ് ഇടാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, ഇതിനോട് ഇത്രയും അവര് അഡ്മിൻ ഹെൽപ്പ് ഇട്ടിട്ട് വെടി ഇറങ്ങാത്തത് ചോദിച്ചു ഇത്രയും നേരമായിട്ട് അവരിട്ടിട്ട് വിലയില്ലേ? അവര് സംസാരിക്കാണ് ഒരു 2-3 മിനിറ്റ് കുറച്ചു നേരം പറഞ്ഞു. രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നോക്കാം. ചാറ്റിൽ ഇനി സംസാരിക്കില്ല കേട്ടാ. ഹലോ കേട്ടാ, ഇനി ആരും ചാറ്റ് ഇടല്ലേ, തീർത്ത് അഡ്മിൻ സംസാരിക്കുക. എടാ ഇവിടത്തെ മറ്റേ റിഫ്രഷ് മറ്റേ വെറും മൂമ്പിക്കില്ലായിരുന്നു കേട്ടാ മയില്. ഞാനാണെങ്കിൽ ഒരുത്തനെ അടിച്ചിട്ട് ലോ ആയിട്ട് മനസ്സിലല്ലേ, ഞാനൊക്കെ റീഫ്രഷ് ആക്കി കൊടുത്ത് മയില് ഫ്രണ്ടി പറ്റിയിരുന്നെങ്കിൽ മറ്റേ സ്ലോ മോഷനിലിരുന്ന് ഇത് ചെയ്തറാ വെറുത്ത് ഞാനൊക്കെ വിട്ടുപോയി. ഞാനില്ല ഒരു സെക്കൻഡ് മറ്റേ പെട്ടെന്ന് ആവുന്ന ഓർമ്മയിലൊക്കെ ആക്കി കൊടുത്തേ മനസ്സിലായ, ഓർത്തില്ല മനസ്സിലായി. ഇതിന്റെ പൊടിയൊക്കെ തട്ടി സെറ്റായി വരുന്നു. എടാ ഇവന്മാർക്ക് സിറ്റുവേഷൻ എടുക്കാൻ തന്നെയാണ് മറ്റേ നേരത്തെ എന്തിനാ ബുള്ളോപ്പിന് നമ്മള് പറഞ്ഞെന്ന് ആരോ, അത് ഇപ്പഴല്ല ഇപ്പൊ സംസാരിച്ചല്ലെന്ന്, നേരത്തെ സിറ്റിയിൽ വെച്ച് ആരോ എന്തോ പറഞ്ഞായിരുന്നെന്ന്, അതിനെയാണ് പറഞ്ഞത്. എന്നിട്ട് മാസം ഡയലോഗ് കേട്ടാ നമ്മുടെ കോലിയിടർ ബുള്ളോപ്പി ചരക്കിലിടുന്നതൊക്കെ ഞാൻ കേട്ട് വിറച്ച് ബുള്ളോപ്പിയാണ് കോലിയിടർന്ന് കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇവ എന്ത് ചെയ്യടാ, സിറ്റിയിൽ അടക്കാൻ പറ്റില്ലടാ, ബുള്ളോപ്പി ആണല്ലോടാ കോലിയിടറാ. നമ്മളെന്ത് എന്ത് ചെയ്യും? 4 പേടിയാ, ഒരു ഇതായാലും പേടിയാണ് എനിക്ക്. ബുള്ളോപ്പി എന്ന് പറഞ്ഞിട്ട് പേടിക്കണം. സിറ്റിന്ന് ഇറങ്ങണമെന്നാ ഇറങ്ങി പോട്ടെ. ഇപ്പൊ ഈ വഴി കുറച്ചാള് അതാണ് പറഞ്ഞത് എൽ ക്ലാസ് പോയി കണ്ട് പയ്യെ ഇരിക്കട്ടെ. റീമേ നീ കളിച്ച ഗ്യാങ്ങായിട്ട് പറയല്ലേ, ഇതുപോലെ ഒരു മുമ്പിയ ഗ്യാങ് ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. സീട്ടൊക്കെ ഉമ്മാർക്ക് വേണ്ടിട്ട് നീ ഇത്ര വിഷമിക്കല്ലേ, എനിക്ക് എത്ര പറയാനുള്ളൂ. ഇത്രയും വലിയൊരു കണ്ടി ഗ്യാങ്ങിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങള് സംഭവം ഡ്രീം ആക്ച്വലി അവിടെ ഇറങ്ങിയാൽ ഓൾ ഡൗൺ ആയ തീരേണ്ട കേസാണ്. ഇല്ല ഞാൻ മാത്രമല്ല, 2-3 പേരുണ്ട് ഉറപ്പാണ്. 2-3 പേരുണ്ട്. നമ്മള് കൊറേ പേരുണ്ടായിരുന്നു. നമ്മള് ഇതിന്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിറ്റുവേഷൻ എടുക്കാൻ നിന്നൊന്നും അല്ല, മനസ്സിലായില്ലേ? ഇവര് ഓൾറെഡി വണ്ടി ഇരുന്നവരെ ഞാൻ വാർണിംഗ് ഫെയർ പോലും കൊടുക്കാതെ വണ്ടി ഇരിക്കുന്നവരെ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത് അഡ്മിന്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മള് അടി പൊട്ടും എന്ന് ഉറപ്പായിട്ട് നമ്മൾ നിൽക്കുവാണ്, എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഡൗൺ ആയിട്ടാണ് പറയുന്നതെങ്കിൽ ലോജിക് ഉണ്ട്. ഇത് വണ്ടിയിൽ ഇരുന്നവരെ തന്നെ 4 പേരെ വെറുതെ അടിച്ചു കൊന്ന്. ഇതൊക്കെ എങ്ങനെയാണ് ബ്രോ സിറ്റുവേഷൻ? ഇതെങ്ങനെയാണ് നമ്മള് പ്രീവാറിന്റെ രീതി എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അടിച്ചു കൊല്ലുന്നതൊക്കെ എങ്ങനെയാണ് പ്രീവാറിന്റെ രീതി കൺസിഡർ ചെയ്യുന്നത്? ഇവര് തമ്മിൽ സംസാരിക്കുള്ളവരും ഞാൻ പറയാം ബ്രോ. ഇവിടെ കൺസ്യൂമെന്റ് ഇട്ടപ്പോ നമ്മളെ വണ്ടി പെട്രോൾ ഇതുവരെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വന്നു നിന്ന് ഞാൻ പെട്രോൾ അടിച്ചോണ്ടിരിക്കും, അവരടുത്ത് സംസാരിക്കുന്നില്ല. അവരെ കൂട്ടത്തിലുള്ള മൈക്കോ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വന്നിട്ട് ബ്രോ ഇത് എങ്ങനെയാണ് കൺസ്യൂമെന്റ് ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പം നിങ്ങൾ എങ്ങനെ ആളുണ്ടോ, അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ദിഗോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ആളുണ്ടോ, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് മുട്ടണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, നമ്മൾ ഇതിൽ ആളുണ്ടെന്ന് പറഞ്ഞ് നിക്കണ ഗ്യാപ്പ് കൊണ്ട് ബ്രോ ഞാൻ വണ്ടിക്കകത്തിരിക്കണ എന്നെ അങ്ങ് അടിച്ചങ്ങ് കൊന്നു. മനസ്സിലായി, FRPs ഉണ്ടെന്ന് മനസ്സിലായി. ഞാനിപ്പോ പ്ലാൻ ചെയ്യണത് സിംപ്ലി പറയും, ഇവിടെ നടക്കുന്നതിന്റെ ഫ്ലോ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് നമുക്കിപ്പോ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കറന്റ്ലി ഒരു FRP നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഞാൻ ഫ്ലോയ്ക്ക് വേണ്ടിട്ടാ പറയുന്നത്. മനസ്സിലായി കാര്യം മനസ്സിലായി. അതുകൊണ്ടാ പറയുന്നത്. ഇപ്പൊ അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാല് അവിടെ ബാക്കി വരേണ്ട ഡ്രീം ലൊക്കേഷൻ മാറിയതുകൊണ്ടാണ് സിറ്റുവേഷൻ കണ്ടിന്യൂ ആവണമെന്നാണ് അവര് പറയുന്നത്. അപ്പൊ അതാണ് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഡ്രീം മാത്രമാണുള്ളതെന്ന്?
അതിപ്പോ അവര് വീഡിയോ കിക്ക് ആയതുകൊണ്ട് ആ പേര് അവിടെ കാണിക്കുന്നുണ്ടോ ഇല്ല ചോദിക്കുന്നത്. വേറെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയില്ലേ. നമ്മളെ കൂട്ടത്തിൽ സ്റ്റീവ് ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ടീം അവിടെ ഇറങ്ങിയിരുന്നേ മേ ബി ആ സിറ്റുവേഷൻ ഇത്രയും പ്രശ്നം ഇവര് ആരൊക്കെ ഉണ്ടായിരുന്നടാ? ഡ്രീം എല്ലാരും ഉണ്ട്, കുറച്ചുപേരുണ്ടായിരുന്നു. ഈ അലവായിരുന്നവരെല്ലാം POVയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് സിറ്റുവേഷൻ തുടക്കം മുതല് പോയിട്ട് തിരിച്ചു വന്നതോ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടു പോയതിന്റെ POV പ്രോപ്പർ ആയിട്ടുണ്ടല്ലോ. എങ്ങനെ പോയാലും ഒരു ഡൗട്ട് ഇത് കാണിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു. ഇത് എന്തിനാണ് കാണിക്കേണ്ട ആവശ്യം എന്നൊന്നും പറഞ്ഞു തരും അഡ്മിൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് ഈ പറയുന്നത് സിറ്റിയില് ഇല്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ സിറ്റിയിൽ ഇത്രയും നാള് സിറ്റുവേഷൻ നടന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇവിടെ എല്ലാവരും ഇതേപോലെ ഇനീഷ്യൽ ആയിട്ട് ഒരു സിറ്റുവേഷൻ തുടങ്ങും, അതിന്റെ അകത്ത് 25 പേരൊന്നും കാണത്തില്ല. കുറച്ച് പേര് ഡൗൺ ആയി കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ 25 പേര് വന്നിട്ട് പ്രീവാർ എന്നുള്ള. അല്ലെങ്കിൽ പിന്നെ ഇവിടെ 25 പേർക്ക് സിറ്റുവേഷൻ എടുക്കുന്ന രീതിയിൽ വെക്കരുതായിരുന്നു. ആദ്യമേ നടന്നു കഴിഞ്ഞാൽ വാറ് മാത്രമേ പറ്റുള്ളൂ എന്ന് നിனைക്കണം. ഒരാൾ റൂൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതന്നെ ഇപ്പൊ എന്തിനാണ് അത് അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഓക്കെ. ഇപ്പൊ ഇതുവരെ അങ്ങനെയല്ലേ പൊക്കോണ്ടിരുന്നത്, ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. ഈ VXD ഗ്യാങ് ഉൾപ്പെടെ ഇങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അല്ലാതെ നമ്മൾ മാത്രമായിട്ടല്ലല്ലോ ഇത് മാറ്റുന്നത്. ഇവന്മാരും ഇതേപോലെ തന്നെ ഇവർക്ക് കുറച്ച് പേര് ഡൗൺ ആകുമ്പോൾ പ്രീവാർ എന്ന് പറഞ്ഞ് 25 പേരെ വിളിച്ചോണ്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് വാറ് നടത്തുന്നത്. ഇത് നമ്മളായിട്ട് മാറ്റിയ സിസ്റ്റം അല്ലല്ലേ. എല്ലാം പോട്ട് നിങ്ങളെ സേഫ് സോൺ ലീവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഇരിക്കാനുള്ള ബ്രോ ഇത്ര നേരമൊക്കെ സംസാരിച്ച പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ 5 മിനിറ്റ്സ് ഒക്കെ എടുത്തു. സ്റ്റീവിന്റെ അടുത്തോട്ടോ ഒന്ന് നിക്കി നോക്കിയാണ് 4 എണ്ണം കൂടി എത്തി ഇറങ്ങി പോട്ടെ. ഇതിനുള്ള ആക്ഷൻ അല്ലാതെ കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ എടുത്തിട്ട് ഇറങ്ങി കൂടാന്നല്ലേ അതിനുള്ള സസ്പെൻഷൻ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇറങ്ങി പോണേ പൊക്കോട്ടെ. ക്ലാസ് ഒക്കെ കണ്ടുപോയി കപ്പലണ്ടി നിന്നിട്ട് ആരും സംസാരിക്കാൻ പോലടാ, അങ്ങോട്ട് പോവല്ലേ, അമ്മടുത്ത് പോവല്ലേ. ചുമ്മാണ് വെറുതെ വന്ന് സിറ്റുവേഷൻ എടുക്കുന്നത്. 2-6 ഒറ്റ തീട്ടങ്ങളാണ്, മനസ്സിലായില്ലേ. ഇത് കളിച്ചതിന് മുമ്പ് ഇതിന് മുമ്പ് ഇവന്മാര് തോറ്റിട്ട് ഇപ്പൊ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വന്നതാണ്, വേറെ ഒന്നുമില്ല. ഇവന്മാർക്ക് തന്നെ അറിയാം, ഇവന്മാർക്ക് ഉറപ്പായിട്ട് അറിയായിരിക്കുമല്ലേ. ഇവന്മാർക്ക് ഇങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ ഇത് ഇവന്മാര് കളിക്കത്തില്ല, സിറ്റുവേഷൻ എടുക്കത്തില്ല, അത് ഇവന്മാർക്ക് തന്നെ അറിയായിരിക്കുമല്ലേ. എന്നിട്ട് പിന്നെ എന്തിനാണ് അതിന്റെ ഇടയിൽ ഒന്ന് വെറുതെ അതിന്റെ ഇടയിൽ കൂടി ഒരു സിറ്റുവേഷൻ എടുക്കുന്നത്? ഇതങ്ങനെ